أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك عليه. തൗബയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മളെടുത്ത ക്ലാസ് റെക്കോർഡ് വിട്ടിട്ടുണ്ട്, അത് കേൾക്കുക. തൗബ ചെയ്യേണ്ട നിബന്ധനകൾ, തൗബ ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ, എപ്പോഴൊക്കെയാണ് തൗബ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി ഒരു വിവരണം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് 19ാമത്തെ ഹദീസാണ്. 19ാമത്തെ ഹദീസ് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻ സിർരി ബിനി ഹുബൈഷിൻ റളിയല്ലാഹു അൻഹു ഖാല, മഹാനവർകൾ പറയുകയാണ്, അതൈതു, ഞാൻ ചെന്നു, സ്വഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു, സ്വഫ്വാൻ എന്ന സ്വഹാബിയുടെ അടുക്കൽ ചെന്നു. അസ്അലുഹു, ഞാൻ ചോദിക്കാൻ വേണ്ടി, അനിൽ മസ്ഹി അലൽ ഖുഫൈനി, രണ്ട് ഖുഫകൾക്ക് മുകളിൽ തടവുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി സ്വഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപിച്ചു, അവിടെ ചെന്നു. ഫഖാല, സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ജാഅ ബിക യാ സിർറു, മോനെ സിർറെ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം എന്താണ്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ സിർറ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്നത് ഇബ്തിഗാഅൽ ഇൽമി, അറിവ് നേടുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അറിവ് നേടാൻ വേണ്ടി, അറിവ് ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അറിവാണല്ലോ, ഈ ഖുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം ചോദിക്കാനാണ് വന്നത്. നമുക്കറിയാം, ഖുഫ യാത്രക്കാർക്ക് 3 ദിവസം എന്ത് ചെയ്യാം, അതിൻ്റെ മേൽ തടവാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണ്ട, വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഊരിയാൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഫഖാല, സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മലായിക്കത്ത, നിശ്ചയം അല്ലാഹുവിൻ്റെ മലക്കുകൾ, തലഉ, മലക്കുകൾ താഴ്ത്തിക്കൊടുക്കുന്നു, അജ്നിഹതഹ, മലക്കുകളുടെ ചിറകുകളെ, ലിതാലിബിൽ ഇൽമി, അറിവ് പഠിക്കുന്ന, അറിവ് തേടുന്നവർക്ക് മലക്കുകൾ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുന്നു, റിളൻ ബിമാ യത്ലുബു, അവൻ അന്വേഷിക്കുന്ന, അവൻ നേടിയെടുക്കുന്ന കാര്യത്തെ പൊരുത്തപ്പെട്ട കാരണത്തിന് വേണ്ടി, അത് തൃപ്തിപ്പെട്ടതിന് വേണ്ടി മലക്കുകൾ താഴ്ത്തിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അവർക്ക് മലക്കുകൾ സംരക്ഷണം നൽകുന്നു, അപകടങ്ങളിൽ നിന്നും മറ്റ് വിഷയങ്ങളിൽ നിന്നുമൊക്കെ മലക്കുകൾ അറിവ് നേടി യാത്ര ചെയ്യുന്ന, അറിവ് നേടുന്ന മുതഅല്ലിമീങ്ങളെ, പഠിതാക്കളെ മലക്കുകൾ പ്രത്യേകം സംരക്ഷണം നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഇന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഖദ് ഹക്ക ഫീ സ്വദിരി, എൻ്റെ
എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയമുണ്ട്. അൽ മസ്ഹു അലൽ ഹുഫൈൻ, ഹുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ബഅദൽ ഗായിത്തി, കാഷ്ടിച്ചതിന് ശേഷവും, വൽ ബൗലി, മൂത്രിച്ചതിന് ശേഷവും. അപ്പോൾ മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം വുദൂ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഹുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. വകുന്തു ഇമ്രഅൻ, വകുന്ത, നിങ്ങളായിരുന്നല്ലോ, ഇമ്രഅൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് ഫജിഇതു അസ്അലുക, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഈ വിഷയം ചോദിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഹൽ സമിഅതഹു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യദ്കുറു ഫീ ദാലിക ഷൈഅൻ, ഈ വിഷയത്തിൽ വല്ലതും സംസാരിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? ആ, അപ്പോ അറിവ് ചോദിച്ച് ചെന്നതാണ്. അപ്പൊ കാല സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, നഅം, അതെ, കാന യഅ്മുറുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, ഇദാ കുന്നാ സഫറൻ, ഞങ്ങൾ യാത്രയിലാണെങ്കിൽ, ഔ മുസാഫിരീന, സഫറൻ എന്നാണോ അതോ മുസാഫിരീന എന്നാണോ ഉപയോഗിച്ചതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും രണ്ടാണെങ്കിലും പദത്തിൽ വ്യത്യാസമുണ്ട്, ആശയത്തിൽ വ്യത്യാസമില്ല. യാത്രയിലായിരുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്താ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത്? അൻ ലാ നൻസിഅ, ഊരാതിരിക്കാൻ, ഞങ്ങൾ ഊരരുത്, അതായത് ഊരേണ്ടതില്ല. ഖിഫാഫന, ഞങ്ങളുടെ ഹുഫകളെ അഴിക്കേണ്ടതില്ല എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. സലാസത്ത അയ്യാമിൻ, 3 ദിവസവും, വ ലയാലിയ ഹുന്ന, ആ 3 ദിവസത്തെ രാത്രിയും പകലും. ഇല്ലാ മിൻ ജനാബത്തിൻ, വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ. വലിയ അശുദ്ധി ഉണ്ടായാൽ അഴിക്കണം, ഊരണം. അപ്പൊ പിന്നെ വലിയ അശുദ്ധി ഉയർത്തിയിട്ട് കുളിക്കണം, അതുമാതിരി കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെ യാത്രയിലാണെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ അഴിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. 3 ദിവസം ഇളവുണ്ടായിരുന്നു. ലാക്കിൻ എങ്കിലും അഴിക്കേണ്ടതില്ല. മിൻ ഗായിത്തിൻ, കാഷ്ടിച്ചാലും, വ ബൗലിൻ, മൂത്രിച്ചാലും, വ നൗമിൻ, ഉറങ്ങിയാല് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി ഉറക്ക് തുടങ്ങിയ കാരണത്താൽ ഉളൂ നഷ്ടപ്പെടുമല്ലോ. ആ ഉളൂ നഷ്ടപ്പെട്ടാൽ ഹുഫ അഴിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നില്ല. വലിയ അശുദ്ധി ഉണ്ടായാലേ ഹുഫ അഴിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു കൊടുത്തു. ചോദ്യവും ഉത്തരവും ക്ലിയർ അല്ലേ? മുനീസ, ഇസ്ബർ, ക്ലിയർ അല്ലേ? ഇത് വലിയ സംവാദം നടന്നൊരു വിഷയമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വന്നിരുന്നു. ആ ഇളവില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഹുഫ തടവൽ നിബിതങ്ങൾ നൽകിയ ഇളവ് അല്ല,
എന്ന് പറയുകയാണെങ്കിൽ അവൻ മുസ്ലിം അല്ല, പൂർണ്ണ മുഅ്മിനല്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു വിവാദം നടന്നിരുന്നു എന്നർത്ഥം. അപ്പോ അടുത്ത ചോദ്യം, ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഹൽ സമിഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഫിൽ ഹവാ, സ്നേഹത്തിന്റെ വിഷയത്തിൽ, ഷൈഅൻ, വല്ലതും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ തമ്മിൽ സ്നേഹിക്കുക, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവുക, ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സാഹചര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല, സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹാബിയാണല്ലോ, നഅം, അതെ, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫബൈന, അങ്ങനെ, നഹ്നു ഇൻദഹു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിൽക്കുക ആയിരുന്നപ്പോൾ, ഇദ് നാദാഹു അഅറാബിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു അഅറാബി വിളിച്ചു. ഒരു അഅറാബി, ഒരു കാട്ടറബി വിളിച്ചു. ബിസൗത്തിൻ, ഒരു ശബ്ദത്തിൽ, ലഹു ജഹ്വരിയുൻ, വളരെ ഉയർന്ന ശബ്ദത്തിൽ, വളരെ ഉയർന്ന, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉയർന്ന് ആരും സംസാരിക്കാൻ പാടില്ല. അത് അവിടുത്തെ അനാദരവ് കാണിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. ഈ അഅറാബി അതുമായി ബന്ധപ്പെട്ട് കേട്ട് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹം എന്തു വിളിച്ചു? വളരെ ഉന്നതമായ ശബ്ദത്തോടു കൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു. യാ മുഹമ്മദു, മുഹമ്മദേ എന്ന് വിളിച്ചു. ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു. നഹ്വൻ മിൻ സൗത്തിഹി, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ അതേ രൂപത്തിൽ തന്നെ, അദ്ദേഹം ശബ്ദമുയർത്തിയ അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. ആ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്നർത്ഥം. ഓക്കെ. ഇങ്ങോട്ട് വരൂ, അദ്ദേഹം പറയാം അല്ലേ? ഉത്തരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. വിളി കേട്ടിട്ട് നബി തങ്ങൾ പറയാണ്, ഇങ്ങോട്ട് വരൂ. ഫഖുൽതു ലഹു, ഞാൻ അഅറാബിയോട് പറഞ്ഞു, വൈഹക്ക, നിനക്ക് അപകടമുണ്ട് കേട്ടോ. ഉഗ്ളുൽ മിൻ സൗത്തിക, നീ നിന്റെ ശബ്ദം ഒന്ന് താഴ്ത്തേണ്ടതായിരുന്നു. കാരണം ഫഇന്നക ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബിയുടെ അടുക്കലാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലാണ്. അപ്പോൾ നീ ശബ്ദം ഒന്ന് താഴ്ത്തേണ്ടതായിരുന്നു. വഖദ് നുഹീത്ത, നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അൻഹാദ, ഈ ശബ്ദമുയർത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ, സന്നിധിയിൽ ശബ്ദം ഉയർത്തുന്നത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. ഫഖാല, അപ്പോൾ അഅറാബി പറഞ്ഞു,
വല്ലാഹി ലാ അഗ്ളു, ഞാൻ താഴ്ത്തൂല, ശബ്ദം താഴ്ത്തൂല എന്ന്. ഞാൻ എന്ത് ചെയ്യില്ല, ശബ്ദം താഴ്ത്തൂല. ഒരു അവർക്ക് ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം. എന്നിട്ട് അദ്ദേഹം ഖാലൽ അഅറാബി, അഅറാബി ചോദിക്കുകയാണ്, അൽ മർഉ യുഹിബ്ബുൽ ഖൗമ, ഒരു മനുഷ്യൻ ഉന്നതമായ ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു, നല്ല ആളുകളെ, ഉന്നതമായ ഒരു നിലയിലുള്ള ആളുകളെ സ്നേഹിക്കുന്നു. വലമ്മ യൽഹഖ് ബിഹിം, അവരോടൊപ്പം എത്താൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഔലിയാക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ നന്മയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നാ ചോദിക്കണം. അതായത് ഉപകരിക്കുമോ, അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ, ഒരു മനുഷ്യൻ, മഅമൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ടവരോട് കൂടെയായിരിക്കും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നബി ആരോയാണോ ഇഷ്ടം വെക്കുന്നത്, ആരോടാണോ സ്നേഹം വെക്കുന്നത്, അവരോട് കൂടെയായിരിക്കും ഒരു മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു. ഹത്താ ദക്കറ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാബൻ, ഒരു വാതിലിനെ കുറിച്ച്, മിനൽ മഗ്രിബി, പടിഞ്ഞാറ് നിന്ന്, മഗ്രിബായ ഭാഗത്ത് നിന്ന്, മസീറത്തു അർളിഹി, ഔ യസീറു റാക്കിബു ഫി അർളിഹി, അങ്ങനെ പറഞ്ഞു. ഒന്നിരിക്കെ അതിന്റെ വീതിയിലുള്ള സഞ്ചാരം, ആ വാതിലിന്റെ വീതി എത്ര ഉണ്ട് സഞ്ചാരം, അല്ലെങ്കിൽ ഔ യസീറു റാക്കിബു ഫി അർളിഹി, അതിന്റെ വീതിയിൽ ഒരു യാത്രക്കാരൻ സഞ്ചരിക്കും, അർബഈന ഔ സബഈനാമൻ, 40 അല്ല 70, 40ഓ 70ഓ കൊല്ലം നടന്നാൽ എത്തുന്ന ദൂരം വീതിയുള്ള ഒരു വാതില്. എത്ര? 40ഓ 70ഓ കൊല്ലം ഒരു യാത്രക്കാരൻ സഞ്ചരിച്ചാൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തും. അത്രയും വീതിയുള്ള ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഖാല സുഫിയാനു, സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹദുർ റുവാത്തി, റാവിമാരിൽപ്പെട്ട ഒരാളായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിബല ഷാമി, അത് ഷാമിന്റെ ഭാഗത്താണ്, ഖലഖഹുല്ലാഹു, അല്ലാഹു അതിനെ സൃഷ്ടിച്ചു, യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച സമയത്ത് തന്നെ, പടച്ച ദിവസത്തിൽ തന്നെ സൃഷ്ടിച്ചു, മഫ്തൂഹൻ, തുറക്കപ്പെട്ടതായിട്ട്, ലിത്തൗബത്തി, തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി, ലാ യുഗ്ലഖു, അത് അടക്കപ്പെടുകയില്ല, ഹത്താ തത്ലു അശ്ശംസു മിൻഹു, പടിഞ്ഞാറ് നിന്ന്
സൂര്യൻ ഉദിക്കുന്നത് വരെ അടക്കപ്പെടുകയില്ല. അപ്പോൾ അത്രയും വലിയ ഒരു വാതിൽ തൗബ ചെയ്യാൻ, തൗബ അള്ളാഹു സ്വീകരിക്കാൻ അത്രയും വലിയ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് തെറ്റ് സംഭവിച്ചാലും തൗബ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുറേ വിഷയങ്ങൾ പറയുന്നതിനിടക്ക് നബി തങ്ങൾ ഇതും പറഞ്ഞത്. ക്ലിയർ ആണോ? നമ്മൾ തൗബയാണല്ലോ നമ്മുടെ ഹെഡിങ് പാഠം. അപ്പോൾ ഷാമിൻ്റെ ഭാഗത്ത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സമയം മുതൽ തന്നെ, ആ ദിവസം തന്നെ അള്ളാഹു ഒരു വാതില് അത്രയും വിശാലമായ രൂപത്തിൽ 40 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരത്ത് എത്തുമോ അത്രയും ദൂരം വീതിയുള്ള ഒരു വാതിലിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റവാഹു തിർമുദിയു വഗൈറുഹു വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. തുർമുദി ഇമാമും മറ്റുള്ളവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദി ഇമാം പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഹസനുമാണ്, സ്വഹീഹുമാണ്. ഓക്കെ, ഇനി 20ാമത്തെ ഹദീസ്. വഅൻ അബി സഈദിൻ സഅദ് ബിൻ മാലിക് ബിൻ സിനാനിൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു. എന്താ പറഞ്ഞത്? കാന ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻപ് ജീവിച്ചവരിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, റജുലുൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഖതല അദ്ദേഹം കൊലപാതകം ചെയ്തു, 99 നഫ്സൻ 99 പേരെ കൊന്നു. ഫസഅല അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്, അൻ അഅലമി അഹ്ലിൽ അർളി ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള ഒരാളെ കുറിച്ച് അന്വേഷിച്ചു. ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തെ കണ്ടു ഉപദേശം തേടി തൗബ ചെയ്ത് തിരിച്ച് വരാനാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ ഫദുല്ല അദ്ദേഹത്തിന് അറിയിപ്പ് നൽകപ്പെട്ടു, അലാ റാഹിബിൻ ഒരു വലിയ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു ഭക്തനായ ഒരാളെ കുറിച്ച് അറിയിപ്പ് കൊടുത്തു. അദ്ദേഹം വലിയ അറിവുള്ള ആളാണ്, ഒരുപാട് നിസ്കരിക്കുകയും ആരാധന ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ അയാൾക്ക് വിവരം കിട്ടി. ആരോ പറഞ്ഞു കൊടുത്തു. ഫഅതാഹു അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപിച്ചു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ഖതല 99 നഫ്സൻ ഫഹൽ ലഹു മിൻ തൗബത്തിൻ, ഞാൻ 99 പേരെ കൊന്നിരിക്കുന്നു, എനിക്ക് തൗബയുണ്ടോ എന്നാ ചോദിക്കുന്നു. ഫഖാല ഇദ്ദേഹം പറഞ്ഞു ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഫഖതലഹു അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഫകമ്മല ബിഹി മിഅതൻ അങ്ങനെ അദ്ദേഹം 100 പേരെ തികച്ചു, 100 പേരെ കൊന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സുമ്മ സഅല പിന്നീടും ശേഷം അദ്ദേഹം അന്വേഷിച്ചു, അൻ അഅലമി അഹ്ലിൽ അർളി ഭൂമിയിലെ വലിയ പണ്ഡിതനെ കുറിച്ച് അന്വേഷിച്ചു. ഫദുല്ല അലാ റജുലിൻ ആലിമിൻ അപ്പോൾ അദ്ദേഹത്തിന് വിവരം നൽകപ്പെട്ടു ഒരു ആലിമായ മനുഷ്യൻ. മറ്റേത് റാഹിബായിരുന്നു, ഒരു ആരാധന ചെയ്ത് നടക്കുന്ന
കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആലിമായ ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന് വിവരം നൽകപ്പെട്ടു. ഫഖാല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു, ഇന്നഹു ഖതല മിഅത നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബത്തിൻ. അവൻ 100 പേരെ കൊന്നിട്ടുണ്ട്, തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാൽ, അപ്പോൾ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു, നഅം, അതെ, തൗബയുണ്ട്. വമൻ, ആരാണ് യഹൂലു തടസ്സം നിൽക്കുക, ബൈനഹു വബൈന തൗബത്തി, നിന്റെയും തൗബയുടെയും ഇടയിൽ തടസ്സമായി ആര് നിൽക്കും? ആരും നിൽക്കൂല. നിനക്ക് തൗബയുണ്ട്, നീ ചെയ്ത തെറ്റിന് വലിയ തെറ്റിന് തൗബയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇൻതലിഖ്, നീ പോ, ഇലാ അർളി കദാ വ കദാ, ഇന്നാലിന്ന സ്ഥലത്തേക്ക് പോ, ഇന്നാലിന്ന സ്ഥലത്തേക്ക് നീ പൊക്കോ. ഫഇന്ന ബിഹാ ഉനാസൻ, തീർച്ചയായും ആ സ്ഥലത്തുണ്ട്, ഉനാസൻ, ചില മനുഷ്യരുണ്ട്, യഅ്ബുദൂനല്ലാഹ, അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഫഅ്ബുദില്ലാഹ മഅഹും, അവരോടൊപ്പം ചേർന്ന് നീ ആരാധന, അല്ലാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു. വലാ തർജിഉ ഇലാ അർളിക, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങി വരരുത്. ഫഇന്നഹാ, കാരണം നിന്റെ നാട് അർളു സൂഇൻ, അത് ദുഷിച്ച നാടാണ്, മോശം നാടാണ്. അതുകൊണ്ട് നീ തിരിച്ചിങ്ങോട്ട് മടങ്ങി വരരുത് എന്ന് പറഞ്ഞു. فإن بها أناسا يعبدون الله تعالى فاعبد الله معهم ولا ترجع إلى أرضك فإنها أرض سوء فانطلق. അങ്ങനെ അദ്ദേഹം യാത്ര പോയി. ഹത്താ ഇദാ നസഫ ത്വരീഖ, വഴിയുടെ മധ്യത്തിലെത്തിയപ്പോൾ, ആ നാട്ടിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച അതിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ, അതാഹുൽ മൗതു, അദ്ദേഹത്തിന് മരണമെത്തിപ്പോയി. മരണം സംഭവിച്ചു. ഫഖ്തസമത് ഫീഹി, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, ആ മനുഷ്യൻ്റെ വിഷയത്തിൽ തർക്കത്തിലായി. മലായികത്തുർ റഹ്മത്തി വ മലായികത്തുൽ അദാബി, കാരുണ്യത്തിൻ്റെയും ശിക്ഷയുടെയും മലക്കുകൾ തർക്കായി. അദ്ദേഹത്തിനെ റൂഹ് കൊണ്ടുപോകാനും മറ്റും തർക്കായി. ഫഖാലത്ത് മലായികത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ജാഅ തായിബൻ, ഇദ്ദേഹം വന്നത് തൗബ ചെയ്തുകൊണ്ടാണ്. മുഖ്ബിലൻ ബിഖൽബിഹി, അവൻ്റെ ഹൃദയം സാന്നിധ്യത്തോടുകൂടെ, ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് അവൻ വന്നത്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചവനാണ്. അതുകൊണ്ട് ഇയാളുടെ ആത്മാവ് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കാലത്ത് മലായികത്തുൽ അദാബി, മലക്കുകൾ, അദാബിൻ്റെ ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു, ഇയാൾ ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല, 100 ആളെ കൊന്ന് വരിക, ഒരു പുണ്യകരമായ കാര്യമൊന്നും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും ഈ ആത്മാവിനെ. തർക്കായി, പ്രശ്നമായി. അങ്ങനെ ഫഅതാഹും മലക്കുൻ, പ്രശ്നം പരിഹരിക്കണമല്ലോ. അപ്പോൾ മറ്റൊരു മലക്ക് അവരുടെ അടുക്കൽ വന്നു. ഫി സൂറത്തി ആദമിയ്യൻ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ. അങ്ങനെ ഫജഅലൂഹു,
ആ രണ്ട് മലക്കുകളും ഈ മനുഷ്യനെ ആക്കി ബൈനഹും അവർക്കിടയിൽ ഐ ഹക്കമൻ ഒരു തീരുമാനം പറയാൻ, ഒരു മധ്യസ്ഥനായി, ഒരു ഹുക്മ്, ഒരു വിധി പ്രഖ്യാപിക്കാൻ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയവർ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖീസു മാ ബൈനൽ അർളൈൻ, രണ്ട് നാടുകളിലേക്കും, അതായത് ഒന്ന് ഇദ്ദേഹം എത്താനുള്ള സ്ഥലവും പുറപ്പെട്ട സ്ഥലവും, ദുഷിച്ച സ്ഥലവും നല്ല സ്ഥലവും, അതിനിടയിൽ അളക്കൂ. ഫഇലാ അയ്യത്തിഹിമാ കാന അദ്ന, ആ രണ്ട് നാടുകളിൽ ഏതൊരു നാട്ടിലേക്കാണോ അവൻ അടുത്തിരിക്കുന്നത്, കാന അദ്ന ഫഹുവലഹു, എന്നാൽ ആ നാടുമായി ബന്ധപ്പെട്ട് ആണ് അവനെ പരിഗണിക്കുക. അപ്പോൾ നല്ല ആളുകൾ താമസിക്കുന്ന, അള്ളാഹുവിനക്ക് ആരാധന ചെയ്ത് ജീവിക്കുന്ന നാട്ടിലേക്കാണ് ദൂരം കുറവ് എങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകൾക്കാണ് ഇദ്ദേഹത്തിൻ്റെ റൂഹ് സ്വീകരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു. ഇപ്പുറത്താണെങ്കിൽ അദാബിൻ്റെ മലക്കുകൾക്കാണ്. അളന്നു നോക്കിയിട്ട് ഏതാണോ അടുത്തത് ആ സ്ഥലത്തെ ആളാണ് ഇദ്ദേഹം എന്ന് കണക്കാക്കണം എന്ന് പറഞ്ഞു. ഫഖാസു, അങ്ങനെ അവർ അളന്നു. ഫവജദൂഹു, അങ്ങനെ അവർ ആ മനുഷ്യനെ മനസ്സിലാക്കി. അദ്നാ ഇലൽ അർദില്ലത്തി അറാദ, അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, എത്തിപ്പെടാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അടുത്ത് ഉള്ളതായിട്ട് അവർക്ക് മനസ്സിലായി. ഫഖബലതുഹു മലായികത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ റൂഹ് സ്വീകരിച്ചു. മുത്തഫഖുൻ അലൈഹി. അപ്പോ 99 പേരെ കൊല ചെയ്ത ഒരു മനുഷ്യൻ അവന് പശ്ചാത്തപിക്കുകയാണ്, എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു ഭക്തനായ, ഒരു അറിവ് കുറഞ്ഞ, വലിയ പണ്ഡിതനൊന്നല്ല, വലിയൊരു ആബിദായ ഒരാളുടെ അടുക്കൽ അദ്ദേഹം ചെന്നു ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തി 100 തികച്ചു. അങ്ങനെ വീണ്ടും ഇദ്ദേഹം നന്നാവണം, തൗബ ചെയ്യണം, മടങ്ങണം, നല്ല നിലക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. വീണ്ടും അന്വേഷിച്ചു, ആരാണ് ഇനി എനിക്ക് ഈ വിവരങ്ങളൊക്കെ ഉപദേശം നൽകാനുള്ളത്. അപ്പോൾ വലിയ ഒരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തൗബയുണ്ട്, നീ ഇപ്പോൾ നിൽക്കുന്ന നാട്ടിൽ അത് ദുഷിച്ച നാടാ, അവിടെ നിന്ന് യാത്ര പോയിക്കോ. അങ്ങനെ പോയി. വഴിമധ്യേ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അപ്പോൾ മലക്കുകൾ തമ്മിൽ തർക്കത്തിലായി. റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ തർക്കത്തിലായി. ആരാണ് ഇദ്ദേഹത്തിൻ്റെ റൂഹ് സ്വീകരിച്ച് കൊണ്ടുപോവുക എന്ന നിലക്ക്. അങ്ങനെ രണ്ടു കൂട്ടക്കാരും അവരുടെ വാദങ്ങൾ പറഞ്ഞു. അങ്ങനെ അത് തീരുമാനം പറയാൻ ഒരു മധ്യസ്ഥനായി മറ്റൊരു മനുഷ്യരൂപത്തിൽ വന്ന മലക്കിനെ അവർ ചുമതലപ്പെടുത്തി. ആ മലക്ക് പറഞ്ഞു, ഇദ്ദേഹം പുറപ്പെട്ട നാടിലേക്കും ഇദ്ദേഹം എത്താൻ ഉദ്ദേശിച്ച നാടിലേക്കും ദൂരം അളക്കുക. അതിൽ ഏറ്റവും ദൂരം കുറവ് ഏതാണോ ആ നാട്ടിലേക്ക് ആണ് ഇദ്ദേഹത്തെ ചേർക്കുക. അപ്പോൾ നല്ല സ്ഥലത്തേക്ക്, അള്ളാഹുവിന് ആരാധന ചെയ്ത് ജീവിക്കുന്ന ആ നാട്ടിലേക്കാണ് വഴിദൂരം കുറവ് എങ്കിൽ ഇവന് റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വീകരിക്കും. അല്ല, അവൻ ദുഷിച്ച നാട്ടിലേക്കാണ് അളവ് കുറവ് എങ്കിൽ ഈ നാട്ടിലെ പരിഗണിച്ച് അവനെ അദാബിൻ്റെ ശിക്ഷയുടെ മലക്കുകൾ അവനെ സ്വീകരിക്കും
എന്ന് പറഞ്ഞു. അങ്ങനെ അളന്നപ്പോൾ അവൻ എത്താൻ ആഗ്രഹിച്ച നാട്ടിലേക്കാണ് ദൂരം കുറവുണ്ടായിരുന്നത്. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ പിടിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അക്ബർക്ക, അഷ്റഫ്ക, മിസ്ബർ, ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വഫീ റിവായത്തിൻ ഫി സ്വഹീഹി, എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്. ഫഔഹല്ലാഹു തആല ഇലാ ഹാദിഹി, ഈ നാട്ടിലേക്ക് അള്ളാഹു വിവരമറിയിച്ചു, വഹിയിറക്കി, അൻ തബഅദി, നീ അകന്നു നിൽക്ക്. വഇലാ ഹാദിഹി, നല്ല നാട്ടിലേക്ക് അള്ളാഹു എന്ത് ചെയ്തു? എത്താൻ ഉദ്ദേശിച്ച നാട്ടിലേക്ക് അള്ളാഹു വഹി നൽകി, തഖറബി, നീ അടുത്തു വാ എന്ന്. അങ്ങനെ ഒരു റിപ്പോർട്ടിലുണ്ട്. വഖാല ഖീസു മാ ബൈനഹുമാ, അങ്ങനെ മറ്റൊരു റിപ്പോർട്ടിൽ ഖീസു മാ ബൈനഹുമാ, രണ്ട് നാടുകളിലും നിങ്ങൾ അളക്കൂ. ഫവജദൂഹു, അങ്ങനെ അവർ മനസ്സിലാക്കി, ഇലാ ഹാദിഹി, ഈ നാട്ടിലേക്ക്, അഖ്റബ ബിശിബ്രിൻ, ഒരു ചാണ് കൊണ്ട്, ഒറ്റ ചാണ് ആണുള്ളത്. ഒരു ചാണ് കൊണ്ടുള്ള ഒരു ദൂരം കുറവുണ്ട് ഇങ്ങോട്ട്. ഫഗുഫിറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനം നൽകി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു. റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് എത്തി. അപ്പോൾ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, നാടിനോട് അങ്ങോട്ട് അകലാനും ഒരു നാടിനോട് അടുക്കാനും അള്ളാഹു കൽപ്പിച്ചു എന്ന് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അക്ബർക്ക, അടുത്തത് വലിയൊരു ഹദീസാണ്. കുറച്ച് പറയാം, മൊത്തം തീരൂല. വഅൻ അബ്ദുല്ലാഹി ബിൻ കഅബ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, വകാന ഖായിദ കഅബിൻ റളിയല്ലാഹു അൻഹു മിൻ ബനീഹി ഹീന അമിയ. കഅബ് റളിയല്ലാഹു അൻഹു കണ്ണ് കാഴ്ചയില്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ, കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥയെത്തിയപ്പോൾ അദ്ദേഹത്തിന് കൈപിടിച്ച് വഴി നടത്തിയിരുന്ന ആളായിരുന്നു ഈ അബ്ദുല്ലാഹിബിന് കഅബ് റളിയല്ലാഹു, മകനുമാണ്. അതുപോലെ ഈ വാപ്പാനെ കണ്ണ് കാണാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോൾ കൈപിടിച്ച് കൊണ്ടുപോയിരുന്ന ആളുമാണ്. കാല, അദ്ദേഹം പറയാണ്, സമിഅ്തു കഅബ ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ
ഞാൻ കേട്ടിട്ടുണ്ട്. യുഹദ്ദിസു സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബി ഹദീസിഹി അദ്ദേഹത്തിൻ്റെ സംസാരം, ഹീന തഖല്ലഫ അദ്ദേഹം പങ്കെടുക്കാതിരുന്നപ്പോൾ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പങ്കെടുക്കാതിരുന്നു. ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു കാരണം പിതാവ് വിവരിക്കുന്നത് കേട്ടു. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് സംസാരം വാപ്പ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് വിഷയം പറയാം. കാല കഅബുൻ, കഅബ് പറയാണ്, ലം അത്തഖല്ലഫ് ഞാൻ പിന്തിയിട്ടില്ല, ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പങ്കെടുക്കാതെ ഞാൻ പിന്തിയിട്ടില്ല. ഫി ഗസ്വത്തിൻ ഖത്തു ഒരു യുദ്ധത്തിലും, വിധങ്ങൾ നയിച്ച ഒരു യുദ്ധത്തിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഇല്ല ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിലല്ലാതെ പങ്കെടുക്കാൻ എന്തില്ല. വൈറ അന്നീഖദ് തഖല്ലഫ്തു ഫി ഗസ്വത്തി ബദ്രിൻ, പക്ഷെ ഞാൻ ബദർ യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ വലം യുആത്തബ് അഹദുൻ തഖല്ലഫ അൻഹു, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആർക്കും ആക്ഷേപം നൽകപ്പെട്ടിട്ടുമില്ല. അദ്ദേഹം പറയാണ്, ബദർ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, ബാക്കി എല്ലാ യുദ്ധങ്ങളിലും ഞാൻ പങ്കെടുത്തു. തബൂക്ക് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ബദറിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ബദറിൽ പങ്കെടുക്കാത്തവർക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഈ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്ക് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, സംഭവമാണ്, ചരിത്രമാണ് പറയുന്നത്. വലം യുആത്തബ് അഹദുൻ തഖല്ലഫ അൻഹു ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പിന്നെ ബദർ യുദ്ധത്തിന് നബി തങ്ങൾ പോയത് യുദ്ധത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലല്ലോ. ഇന്നമാ ഖറജ നബി തങ്ങൾ പുറപ്പെട്ടു, വൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളും പുറപ്പെട്ടു, യുരീദൂന ഈറ ഖുറൈശിൻ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. അവരുടെ മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ മദീനയിലേക്ക് പോയി. അപ്പോൾ മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കളൊക്കെ അവർ കണ്ടുകെട്ടി ആ കച്ചവട വസ്തുക്കൾ, ആ സ്വത്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തി വലിയ ലാഭമുണ്ടാക്കി തിരിച്ചു വരുന്ന അവരുടെ പക്കൽ നിന്ന് ഇവരുടെ അർഹമായ കാര്യങ്ങൾ സ്വീകരിക്കാനും മറ്റുമൊക്കെയാണ് പോയത്. അതൊരു യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പോക്കായിരുന്നില്ല, പക്ഷെ യുദ്ധമായത് അത് പറയാം വിഷയം. ഖുറൈശി കച്ചവട സംഘത്തിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഹത്താ ജമഅ അല്ലാഹു തആല ബൈനഹും വബൈന അദുവ്വിഹിം അലാ മീആദിൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുടെ ശത്രുക്കളെയും ഒരു മുന്നൊരുക്കമില്ലാതെ, മുൻ തീരുമാനമില്ലാതെ ആണ് എന്ത് ചെയ്ത് ഏറ്റുമുട്ടിയത്. ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് പോയിട്ട് ഏറ്റുമുട്ടിയത്. വലഖദ് ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സാക്ഷിയായിട്ടുണ്ട് നബി തങ്ങളുടെ കൂടെ ലൈലത്തുൽ അഖബ കരാറ് നടന്ന, അഖബ നടന്ന രാത്രിയിൽ, നബി തങ്ങളെ ബൈഅത്ത് ചെയ്ത, അംഗീകരിച്ച ആ രാത്രിയിൽ ഞാൻ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, സാക്ഷിയായിട്ടുണ്ട്. ഹീന തവാഫഖ്നാ അലൽ ഇസ്ലാം ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും ഐക്യപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുവരെ ഓക്കെ ആണോ? അതായത് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ബദർ യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദർ യുദ്ധം ഒരു യുദ്ധം എന്ന നിലക്ക് സംഭവിച്ചതല്ല, അത് ഒരു മുൻ തീരുമാനമില്ലാതെ സംഭവിച്ച ഒന്നാണ്. ഖുറൈശി കച്ചവടത്തിൽ നിന്ന് സംഘട്ടനമില്ലാതെ ഇവരുടെ സമ്പത്ത് എടുക്കാൻ ഒക്കെ ഉള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ അത് അവർ മണത്തറിഞ്ഞ് വേറെ വഴിയിലൂടെ പുറപ്പെടുകയും പിന്നെ മറ്റൊരു വന്ന് യുദ്ധത്തിന് വേണ്ടി വേറെ നേതൃത്വത്തിൽ വന്നാണല്ലോ. ഇനി അങ്ങനെ ഇദ്ദേഹം പറയാം, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ എന്തായിട്ടുണ്ട്, നബിതങ്ങളുടെ കൂടെ ബദറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇസ്ലാം സ്വീകരിച്ചൊരു കരാറുണ്ടാക്കിയ സമയത്ത് ഞാൻ നബിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു എനിക്കൊരു ആശ്വാസമുണ്ട് എന്ന് നിലക്ക് പറയാം. വമാ ഉഹിബ്ബു, ഞാൻ എന്താകുന്നില്ല, വിചാരിക്കുന്നില്ല, അന്നലി ബിഹ മഷ്ഹദ ബദരിൻ, എനിക്ക് ബദർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നത് ഞാൻ എന്താകുന്നില്ല, വിചാരിക്കുന്നില്ല. അതായത് അതൊരു വലിയൊരു, ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് എന്ന് ഞാൻ എന്താകുന്നില്ല, വിചാരിക്കുന്നില്ല. വൈൻ കാനത്ത് ബദുറുൻ അദ്കറ ഫിന്നാസി മിൻഹ, അഖബയേക്കാളും ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ബദറിനാണെങ്കിലും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നബി തങ്ങളെ സ്വീകരിച്ച, അംഗീകരിച്ച, വിശ്വസിച്ച, നബി തങ്ങളുടെ മേൽ കരാറുണ്ടാക്കിയ ആ സമയമാണ്. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വമാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അന്നലി ബിഹ മഷ്ഹദ ബദരിൻ, ബദർ യുദ്ധത്തിൽ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇതിനേക്കാൾ വലുതായ ഒന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. വൈൻ കാനത്ത് ബദുറുൻ, ബദർ ആണെങ്കിലും ശരി, അദ്കറ ഫിന്നാസി മിൻഹ, ഈ അഖബയേക്കാളും ജനങ്ങൾ കൂടുതൽ പറയുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ബദർ ആണെങ്കിലും ഞാൻ വളരെ സ്ഥാനം കൊടുക്കുന്നതും മനസ്സിലാക്കുന്നതും അഖബയിൽ നബി തങ്ങളുടെ കൂടെ അനുചരനായി ഉണ്ടായതാണ്. ഓക്കെ, അത് മതി, അത് ബാക്കി പിന്നെ പറയാം.